ഞാൻ ചിന്തിച്ചതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു യൂട്യൂബ് ഐഡിയ എന്തെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഐഡിയ അത്ര മോശമൊന്നും അല്ല, പക്ഷെ അത് എനിക്ക് പറ്റിയൊരു ചാനൽ കണ്ടന്റ് ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചത് എനിക്കൊരു രണ്ട് മൂന്ന് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചാനലിൽ ഒരു ഏകദേശം സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റേ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരുന്നു. അപ്പൊ നമുക്ക് ലൈവ് സ്ട്രീം വീഡിയോ ഇടാമെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു. കാരണം അതാവുമ്പം നമുക്ക് വലിയ എഫേർട്ട് ഒന്നും എടുക്കാതെ തന്നെ കണ്ടന്റ് അപ്പ് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാനും പറ്റും. അധികം വ്യൂ കൗണ്ട് ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ട് നല്ലൊരു ഇതാണെന്ന് ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഞാൻ ചിന്തിച്ചത് നമുക്ക് മറ്റേ ഈ ഒമേഗിളിലൊക്കെ പോലുള്ള സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ടോക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു വീഡിയോ അങ്ങനത്തെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര വലിയ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഓഡിയോ സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള കുറച്ച് വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. അത് ഇപ്പം വോക്കി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പെയ്ഡ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ നോക്കി നോക്കി പെയ്ഡ് അല്ലാത്ത ഒരു വേർഷൻ ഓഫ് സൈറ്റ് എനിക്ക് കിട്ടി. അതിന്റെ പേര് എയർ ടോക്ക് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ അത് പേരുണ്ടായിരുന്നത്. കുറച്ച് മലയാളികൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് മലയാളികളൊക്കെ കിട്ടുകയും ചെയ്തു അതിന്റെ അകത്ത്. ലൈക്ക് അങ്ങനെ ഞാൻ വലിയ കാര്യത്തെയും എല്ലാം ലൈവ് സ്ട്രീം ഇടാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ഫസ്റ്റ് വന്ന സ്ട്രേഞ്ചർ എന്ന് പറയുന്ന കറാച്ചിയിലുള്ള ഒരു പുള്ളിക്കാരൻ. അപ്പൊ തന്നെ കറാച്ചി കുഴപ്പമില്ല, കറാച്ചി എന്നും പറഞ്ഞ് പാകിസ്ഥാനിലാണെന്നും പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഇവ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നത് ഒരു വിയേർഡായിട്ട് എനിക്ക് തോന്നി. മീൻസ് മുസ്ലിം ആണോ, എവിടെ നിന്നാണ്, ഹിന്ദിയിലാണ്, ബട്ട് അങ്ങനെയൊക്കെ ഉള്ള സംസാരങ്ങളായപ്പോ ഞാൻ വിചാരിച്ചു ഇവനെന്തൊരു വയ്യേ എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. അപ്പൊ എനിക്ക് ആദ്യമേ ഒരു നെഗറ്റീവ് അടിച്ച് പുല്ല് വേണ്ടിയിരുന്നു, ഐഡിയ പാളിപ്പോ എന്ന് വിചാരിച്ചെങ്കിലും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാന്നും പറഞ്ഞ് രണ്ടാമതൊരു സ്ട്രേഞ്ചറുമായിട്ട് കണക്ട് ആയി. സത്യം പറഞ്ഞ ആദ്യത്തെ സ്ട്രേഞ്ചർ ഇതിനേക്കാളും ഭേദമായിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. രണ്ടാമത് വന്നത് ഒരു ഗേ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ എന്ന് വെച്ചാ എന്റെ പൊന്നി അവൻ പറയണതിന് എങ്ങനെ മറുപടി പറയും. ഒന്നാമത് ഹിന്ദി അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് തപ്പിയും പിടിച്ചൊക്കെയാണ് പറയണത്. അപ്പൊ ഒരുമാതിരിയുള്ള സംസാരവും രീതികളും അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ കൂട്ടിയാ കൂടുന്ന പരിപാടിയല്ല ഈ വോയിസ് ചാറ്റോ അല്ലെങ്കിൽ ഈ സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ലൈവ് സ്ട്രീം ഇടുന്നതെന്ന് വെച്ചാൽ എന്റെ ക്യാരക്ടറിന് പറ്റിയ പരിപാടിയല്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ ഐസോ സ്പീഡും ബാക്കിയുള്ള യൂട്യൂബ്, ഐസോ സ്പീഡ് പോകട്ടെ, ഇപ്പൊ മലയാളത്തിൽ തന്നെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. ലൈക്ക് അവരൊക്കെ എന്ന് വെച്ചാൽ പ്രിറ്റൻഡിങ് ടു ബി എ സമ്മൺ, വേറൊരാളായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു കോൺഫിഡൻസ് ആ ലെവൽ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ ഐഡിയ ഉപേക്ഷിച്ചു. അത് ഭയങ്കര മോശമായിട്ടുള്ള ഐഡിയ ആയിരുന്നു എനിക്ക് എനിക്ക് തോന്നാനുള്ള മെയിൻ റീസൺ വേറൊന്നുമല്ല. എൻ്റെ ഒരു സംസാര രീതിയും എൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് ആ ഒരു ഫീൽഡ് യൂട്യൂബ് കണ്ടന്റ് എനിക്ക് തോന്നുന്നില്ല കറക്റ്റ് ആവുമെന്ന്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ആ ഒരു കണ്ടന്റ് അത്ര മോശമൊന്നും അല്ല. സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഉദാഹരണത്തിന് മറ്റേ കുരുവി എന്നൊക്കെ പറഞ്ഞ യൂട്യൂബർ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ, പക്ഷെ സംഭവം ബോറിങ് പരിപാടിയാണ് കുറച്ച് കഴിയുമ്പം. ലൈക്ക് എല്ലാവരും കണക്ട് ആവുന്നു, കണക്ട് ചെയ്ത ശേഷം സത്യം പറഞ്ഞ ഒരു സ്ട്രേഞ്ചറുമായിട്ട് കണക്ട് ചെയ്ത ശേഷം എവരാരും ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഈ ഒമേകളിലും മറ്റേ ഒന്നിങ്ങ മറ്റേ പെണ്ണുങ്ങളെ ചിരിയും മറ്റതും കണ്ടുകൊണ്ടിരിക്കുന്ന അതിനു വേണ്ടി കാണുന്നതായിരിക്കാം. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കണക്ട് ആയതിനു ശേഷം ഇവര് തമ്മിൽ സത്യം പറഞ്ഞാൽ ഒന്നും സംസാരിക്കുന്നില്ല. ചുമ്മാ ഹായ് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് അടുത്ത ആള് അടുത്ത സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് സാധാരണ ഉള്ള ഇങ്ങനത്തെ കോളിംഗ് ആപ്പുകൾ, ഇങ്ങനത്തെ ആപ്പുകളിലൊക്കെ കണ്ടുവരുന്ന സംഭവം. ലൈക്ക് അങ്ങനെ ഒരു സംഭവം, അത് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ശരി.